പേരെന്തായിരുന്നു? പ്രശാന്ത്. ആന്റി വിളിച്ചപ്പോ പാച്ചു എന്തോണല്ലോ പറഞ്ഞു. അടുപ്പുള്ളവർ അങ്ങനെയാണ് വിളിക്കുന്നത്. തീരെ പരിചയമില്ലാത്തവരോ പ്രശാന്ത് വിളിക്കുന്നു. ഓ, അപ്പൊ പ്രശാന്ത്. എന്താ പെട്ടെന്ന് ആന്റിയുടെ സൈഡായത്? ഇല്ല, കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴാണല്ലോ പറഞ്ഞത്. കൊച്ചിന്റെ കേസ്. ആ കൊച്ചിന്റെ പേരില്ലേ? പേരുണ്ട്. എന്താ കൊച്ചിന്റെ പേര്? മിനി. മിനി. മിനിയോ? മിനി അല്ല, ധന്യ. ധ്വനി. ധ്വനി. അതിന്റെ മുന്നിലും പിന്നിലും വേറെന്തൊരു ഐറ്റവും കൂടെ ഉണ്ട്. ഹംസധ്വനി എന്നാണോ? കറക്റ്റ്. കൊള്ളാലോ. എടോ, അത് ഞാനാ. അവളുടെ പേര് നിധി. 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 നൈസ് നെയിം. നിധിയെ കണ്ടറിയോ? ഇല്ല. ഫോണിൽ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഏയ്. താൻ പിന്നെ ഇത് എന്തറിഞ്ഞിട്ടാ ഫ്ലൈറ്റ് കയറാതെ എന്റെ തലയിലൂടെ കയറിയത്? നിധി, നിധിയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രാവിലെ തൊട്ട് തന്നെ ഞാനും കുറെ ടെൻഷൻ തന്നുകൊണ്ടിരിക്കുകയല്ലേ. നിധി ഒരു കാര്യം മനസ്സിലാക്കണം, അതിന്റെ ഡബിൾ ടെൻഷനിലാണ് ഞാൻ. ഈ ഹംസധ്വനി ആരാന്ന് പോലും എനിക്ക് പേര് പിന്നെയും മാറിപ്പോല്ലേ. സി, ഐ എം ഡൺ വിത്ത് ദിസ്. എനിക്ക് ഇതല്ലാതെ തന്നെ 100 കൂട്ടം പ്രോബ്ലംസ് ഉണ്ട്, പേഴ്സണലായിട്ടോ ഇവിടെ. ദേ, ഇത് തന്നെ എന്ത് തീർക്കേണ്ട വർക്കാ. നിങ്ങളെല്ലാവരും കാരണം ഞാൻ ഇവിടെ എത്തി തന്നെ ഉച്ചയ്ക്കാണ്. ഇനിയിപ്പോൾ രാത്രി ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങേണ്ടി വരും. ഹംസ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നേ. സ്വന്തമായിട്ട് ഷോപ്പും ഇല്ല, കല്യാണവും നടന്നിട്ടില്ല. ഞാൻ എന്തായാലും ഇവിടെ റൂം എടുത്ത് താമസിച്ചിട്ട് നാളെ ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി ആ കൊച്ചിനെ കൂട്ടി കൊണ്ടുവരാം. ഞങ്ങൾ അവിടെ നിന്ന് ബോംബെക്ക് പോയിക്കോളാം. ഹംസ ഫ്രീ. ഹംസധ്വനി. പ്രശാന്ത്. Call me Hamsadhwani or Dhwani.